വാങ്ങിയ കാശ് തിരിച്ചു തരാൻ പറ്റില്ല അല്ലടാ. എന്താ നിന്റെ അളിയൻ കാശ് കൊന്നുകളെ ഞാൻ. കുട്ടിമണിയുടെ പെണ്ണുകാണൽ നാടകത്തിലെ നായകനായ അരുൺ മനസ്സിജനെ കാണാൻ വയലോരം വീട്ടിൽ വരുന്നത് ബാലനിൽ സംശയമുണർത്തുന്നു. അമ്മേ മതി, പഠിക്കാൻ പോവാ. ഞാൻ പറഞ്ഞായിരുന്നു രവിയേട്ട അമ്മയോട്. മീറ്റിംഗ് ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നത്. പഠിക്കാനെന്ന പേരിൽ വീടിന് പുറത്തിറങ്ങുന്ന മതികല മനസ്സിജനുമായി സല്ലപിക്കുന്നത് കുപ്പിയോള അണ്ണാച്ചി കാണും. ഈ 100 നമുക്ക് വേണ്ട, ഈ 500 മാത്രം മതി. ഇത് പോക്കറ്റ് ഇരിക്കട്ടെ. ഈ അവസരം മുതലെടുക്കാനായി അണ്ണാച്ചിയുടെ ശ്രമം. ഒരിക്കൽ താൻ അഴിച്ചുമാറ്റിയ താലി കുട്ടിമണിയുടെ കഴുത്തിൽ മനസ്സിജൻ വീണ്ടും കെട്ടുന്നത് മതികലയ്ക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. തുടർന്ന് കാണുക. സീതയിടത്തേക്ക് മതിയോടുള്ളതിലും കൂടുതൽ ദേഷ്യവും പകയൊക്കെ എന്നോടാ. അവര് ഞാനുമായിട്ട് മുഖാമുഖം നോക്കാറ് പോലുമില്ല. മനസ്സിജ, നീ വിളച്ചിലെടുക്കല്ലേ. സത്യമായിട്ടും മതി. എങ്കി പിന്നെ നിനക്കെന്താ കുട്ടിയോട് പ്രേമ തുടങ്ങിയോ? പറയടാ, എനിക്കത് അറിയണം. എന്തിന്റെ പേരില്ല നീ അവക്ക് പുത്തനുടുപ്പും പുതിയ താലിയും വാങ്ങിയിരുന്നു? എന്റെ മതി, ഞാൻ അതിൽ മതി കാണുന്ന പോലെ വലിയ അർത്ഥമൊന്നും കാണുന്നില്ല. ഇത്രയും വലിയ പ്രശ്നമാവുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുമില്ല. ഞാനിതിനെയൊക്കെ ഒരു തന്ത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായില്ല. അതായത് മതി ഇവിടുത്തെ വീട്ടുകാരെയും ഈ പറയുന്ന സീതയുടെ ഉൾപ്പെടെ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം. ഞാൻ രാവിലെ കുട്ടിമണിയോട് പറഞ്ഞില്ലേ ഒരു സൂത്രം കൊണ്ടുവരാമെന്ന്. മതിയോ അതിനെ സപ്പോർട്ട് ചെയ്തതല്ലേ? അതാ ഞാൻ എന്റെ വകയൊരു ഗോൾ. സൂത്രം മംഗല്യസൂത്രം അല്ലേ? പക്ഷേ അടിച്ച ഗോൾ സെൽഫ് ഗോൾ ആയി പോയല്ലോ മനസ്സിജ. നീ എസ്കോബാർ എന്ന് കേട്ടിട്ടുണ്ടോ മനസ്സിജ? എസ്കോബാർ, കൊളംബിയൻ ഫുട്ബോളർ. അറിയാം. അറിയാമെന്ന് എനിക്കറിയാം. നീ പണ്ട് വലിയ ഫുട്ബോൾ പ്ലെയർ അല്ലായിരുന്നോ? ഈ എസ്കോബാർ എങ്ങനെ മരിച്ചെന്ന് നിനക്കറിയോ? ഒരു സെൽഫ് ഗോളിന്റെ പേരിൽ കൊളംബിയൻ അധോലോകം തിരുനെറ്റിക്ക് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. എന്നുവെച്ചാ നീ സെൽഫ് ഗോൾ അടിച്ചതിന്റെ ശിക്ഷ മരണമാണെന്ന്. മതി. ശിക്ഷ നിനക്കല്ല, നിന്റെ പൊട്ടിക്ക, ആ മുടിഞ്ഞ മന്ദബുദ്ധിക്ക്. തീർത്ത് കളയും ഞാൻ അവളെ, കൊല്ലുമെന്ന്. മതി പ്ലീസ്. എന്താടാ നിനക്ക് നൊന്തോ? എന്റെ കണ്ണിൽ പൊടിയിട്ട് എനിക്ക് പുല്ലുവില നിശ്ചയിച്ച് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോ ഞാൻ അവളുടെ ചീട്ടങ്ങ് കീറി. കുട്ടിമണിയുടെ എക്സ്പയറി ഡേറ്റ് മതികല്ല എഴുതിയെന്ന്. അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലി ഉരുവെപ്പിക്കാൻ എനിക്ക് നിന്നെ അങ്ങ് തീർത്താ മതി. അറിയാമല്ലോ, ഒരു ചിക്കൻ ബിരിയാണിയും ഫുൾ ബോട്ടിലും പിന്നെ ഞരമ്പിലേക്ക് പുകച്ചു കയറ്റാൻ 4 ചുരുള് നീരച്ചടയിലും കൊടുത്താൽ നിന്നെ നരകത്തിലേക്ക് കെട്ടിയെടുക്കാൻ തക്ക ക്രാഫ്റ്റും കാലിബറുമുള്ള ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ എന്റെ ജയസേനൻ അങ്കിളിനോടോ സഞ്ജയനോടോ പറഞ്ഞാൽ മതി. മുംബൈയിൽ നിന്നും സുപാരി ഗ്യാങ്ങിലെ നല്ല ഒന്നാന്തരം പിള്ളേര് വിൻഡോ സീറ്റിലിരുന്ന് പറന്നിങ്ങി വരും. പക്ഷെ നിന്നെ ഞാൻ കൊല്ലില്ല. എന്താന്ന് വെച്ചാ നിന്നെ ഞാൻ പ്രണയിക്കുന്നു. ഐ ലവ് യു. പക്ഷേ കുട്ടിമണിയെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മതി പ്ലീസ്. യെസ് മാൻ, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ അനുവാദം കൂടാതെ നീ അവളുടെ കഴുത്തിൽ കെട്ടിയ താലിക്ക് ഒരു ഉയിരിന്റെ വില, a capital punishment. ഏത് വിധത്തിലും ഏത് മാർഗത്തിലും ഞാൻ അവളെ തീർക്കും. കാരണം ഞാൻ അവളെ വെറുക്കുന്നു. I hate that bloody creep. നീ എന്തെന്നേക്കുമായി രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട. കുട്ടിമണി പ്ലാൻ എ ആണെങ്കിൽ നീ പ്ലാൻ ബി. ഓർത്തോണം. ഓർത്തു വെച്ച് വേണം മതികലയോട് കളിക്കാൻ.
കേട്ടോടോ മനസ്സിജ. മതി. കുട്ടിമണിക്ക് ഞാൻ കുറിവരച്ചു കഴിഞ്ഞു. അവക്കെങ്ങനെ ഏത് രീതിയിൽ മരണം സമ്മാനിക്കുമെന്ന് എനിക്കിപ്പം പറയാൻ പറ്റില്ല. എന്തായാലും നീ അവളെ സൂക്ഷിച്ചോ. ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചു. മതി. അപ്പോ രാവിലെ ഒരാളെ കണ്ട നമ്മൾ എന്താ ചോദിക്കേണ്ടത്? അല്ല അല്ല എന്റെ പൊന്നു കുട്ടിമണി, അതൊന്നും അല്ല. ഞാൻ പഠിപ്പിച്ചു തന്നില്ലായിരുന്നോ? ഗുഡ് മിടുക്കി. കുട്ടിമണി, ഇന്ന് ഞാനൊരു പുതിയ പാട്ട് പഠിപ്പിക്കട്ടെ? എന്റെ പൊന്നെ, അമ്പിപ്പശുക്ക് അവിടെ നിക്കട്ടെ. നമുക്ക് വേറൊരു പാട്ടോട് പഠിക്കാലോ. ഇതേ ആനയുടെ പാട്ടാ. ആനെ പറ്റി എനിക്കൊരു പാട്ട് അറിയാം. കരുകരുപ്പൻ കുറുകുടുമ്പൻ കൊമ്പനാന, മിടുമിടുക്കൻ ചുടുചുടുക്കൻ കൊമ്പനാന. ഈ പാട്ട് കൊള്ളാലോ. സീതെടുത്തിയേ വേറൊരു പാട്ടുകൂടി പഠിപ്പിക്കാമേ? കേട്ടോണേ. തുമ്പിക്കയുണ്ടേ കൊമ്പുണ്ടേ, ചൂലു പോലെ വാലുണ്ടേ, തൂണു പോലെ കാലാണേ, മൊറച്ചെവിയും വീശി വീശി കുട്ടിശങ്കരൻ വന്നല്ലോ. ഏത് ശങ്കരൻ? കുട്ടിശങ്കരൻ. ആനയുടെ പേരത്. പായസമുണ്ട്. കൊച്ചേ, ആയില്യം പൂജയുടെ പ്രസാദമാണ്. താഴെ കളഞ്ഞ് വെറുതെ സർപ്പശാപം വാങ്ങിക്കരുത്. ഒന്നും വാങ്ങിച്ചില്ല, ഞാൻ സൂക്ഷിച്ച് വയറിനകത്താക്കിക്കോളാം. ഞാൻ കലമുള തിരക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അകത്ത് കിടപ്പുണ്ടായിരുന്നമ്മേ. അമ്പലത്തിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അമ്മേ. ആയില്ലോ, പിന്നെ തിരക്കില്ലാതിരിക്കോ? എന്റെ നാഗദൈവങ്ങളെ കാത്തോളണേ. സർപ്പദൈവങ്ങൾക്കെല്ലാം 100 പാലും കഴിപ്പിച്ചു. എന്തിനാ വലിയ സപ്പുറത്തിന് 100 രൂപയും പാലും? അയ്യോ, 100 രൂപയല്ല, 100 പാലും. പാല് പിടിച്ചിട്ടായിരിച്ചല്ലേ പാമ്പ് വണ്ണം വെച്ച് വലിയ പെരുമ്പാമ്പാവുന്നല്ലേ? കൊച്ചേ, പാമ്പിനോട് കളിക്കാൻ നിൽക്കരുത്. മര്യാദക്ക് നിന്നാ നാഗദൈവങ്ങൾ നാഗമാണിക്കം വരെ തരും. അല്ലെങ്കിൽ ഓടിച്ചിട്ട് കൊത്തും. കൊത്തുവോ? പാമ്പ് കൊത്തുവോ? വല്യച്ചി, അതെ ഈ പാമ്പുണ്ടെന്ന് വെച്ചാൽ എന്നാ തരുമെന്ന് അപ്പച്ചമ്മ പറഞ്ഞിട്ട് പോയേ? നാഗമണിയോ? നാഗമണിയല്ല, നാഗമാണിക്യം. അതെന്നതാ? അതോ, അതെ വല്യച്ചി പറയാം. മോൾ ശ്രദ്ധിച്ചു കേട്ടോണേ. വലിയ സർപ്പങ്ങള് അതിന്റെ വിഷം ഊതി 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 ഉരുക്കി നല്ല വൈഡൂര്യം പോലെ തിളങ്ങുന്ന കല്ലുണ്ടാക്കും. അതാണ് നാഗമാണിക്യം. എന്നിട്ട് അത് സർപ്പപ്പുറ്റിലോ പൊട്ടക്കിണറ്റിലോ ഒക്കെ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ടത് നീലക്കൊടുവേലി കൊണ്ട് മറച്ചു വെക്കും. എന്നാ കൊടലാടി? കൊടലാടിയല്ല, കൊടുവേലി. നീലക്കൊടുവേലി അതൊരു ചെടിയാ. നാഗമാണിച്ച എന്തിനാ? എന്റെ കുട്ടിമണി, ഈ നാഗമാണിക്കവേ ഒരു ഭയങ്കര സംഭവമാ. അത് കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് നമുക്ക് കിട്ടും. പിന്നെ അല്ലാതെ. ഒരു നാഗമാണിച്ച വാങ്ങിച്ചതാവല്ലേ? അയ്യോ, അതങ്ങനൊന്നും കിട്ടത്തില്ല. കുട്ടിമണി, ആ പായസം കൊണ്ട് എടുത്തു തരാം. കൊണ്ടുവരാം. പായസം കുച്ചടം വന്നു പോയി. എനിക്ക് വയ്യ. കുട്ടിമണി സൂക്ഷിച്ച്. എന്തിനാണോ എന്തോ അത് കൊടുക്കുന്നത്?
ഓരോന്നായിട്ട് മിണ്ടാതെ കേറിച്ചോണം. എന്നിട്ട് വലിയൊരു മാലനാവണം. മാലൻ. ഒന്ന് കേറി, രണ്ടാമത്തവനും കേറി. ആ ഓ ചാടിപ്പോയി. അമ്പട കേമ മുലപ്പൂവേ, ശരിയാക്കി തരാൻ ഞാൻ. പിന്നെയുണ്ടല്ലോ, ഇതിനകത്തൂടെ ഞാനിങ്ങനെ കുത്തിക്കേറ്റും. ആഹാ, കുട്ടിമണി എന്തെടുക്കുക? ഞാനേ മാലൻ ഉണ്ടാക്കുവാ. മാലൻ. മാലനല്ല, മാല. അത് കുഞ്ഞത്, നീളം കുറഞ്ഞതാ മാല. ഇത് വലുതാ മാലൻ. ഓ, സമ്മതിച്ചേ. ആ, പിന്നെ വല്യേച്ചി കുട്ടിമണിക്ക് എന്തോ കഥ പറഞ്ഞു തരുന്നത് കേട്ടല്ലോ. അതേ ഈ പാമ്പിന്റെ തലയിലിരിച്ചുന്ന മോണിക്കയുടെ കഥ. മോണിക്കയല്ല, മാണിക്യം. മാണിച്ച കുട്ടിമണി മാണിക്യം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞാലേ വലിയൊരു സംഭവാ. അത് കയ്യിലുണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ആ, പിന്നെ പറക്കണമെങ്കിൽ പറക്കാൻ പറ്റും. പുഴയുടെ മീതെ കൂടി നടക്കാനും പറ്റും. പിന്നെ ഏറ്റവും പ്രധാന കാര്യം, നാഗമാണിക്യം കയ്യിലുണ്ടെങ്കിൽ കുട്ടിമണിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും അത് മനസ്സിലോർത്ത അതപ്പം മുമ്പിലെത്തും. അതെ, ബിരിയാണി കിട്ടുവോ? കിട്ടും. പൊറോട്ട അടിച്ചും കിട്ടുവോ? കിട്ടും. ലഡുവും ജിലേബിയോ? അതും കിട്ടും. എല്ലാം കിട്ടും കുട്ടിമണിക്ക്. എന്നാ പിന്നെ എനിക്ക് മാണിച്ചൊന്ന് വാങ്ങിച്ചു താവോ ചേച്ചി? അത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. സർപ്പക്കാവി പോയി പാമ്പിന്റെ വീട്ടിനകത്തു നിന്ന് കുട്ടിമണി എടുക്കണം. 50 പൈസ കൊടുത്താലേ പാമ്പ് മാണിച്ചം തരുവോ? പാമ്പിന് പൈസയൊന്നും വേണ്ട. കുട്ടിമണി ചോദിച്ചിട്ട് എടുത്താ മതി. അപ്പൊ പാമ്പ് കടിച്ചുവോ? ഏയ്, എല്ലാവരെയും കടിക്കുന്ന ആളല്ലേ കുട്ടിമണി. പാമ്പിനെ കുട്ടിമണിയെ പേടിയാ. മാടങ്കാവിന്റെ അപ്പുറത്തൊരു സർപ്പക്കാവില്ലേ, അവിടുത്തെ സർപ്പപ്പുറ്റിലുണ്ട് മാണിക്യം. കുട്ടിമണി ആരോടും പറയാതെ പോയി അവിടെ ചെന്നങ്ങ് എടുത്താ മതി. ആരോടെങ്കിലും പറഞ്ഞു പോയാലെന്നാ? പറഞ്ഞ പാമ്പതറിയും. മാണിക്യം മാറ്റും. കളിക്കാൻ പോവാണെന്ന് പറഞ്ഞാ മതി. ഇവിടെ അങ്ങനെ പറഞ്ഞാ മതി. നാഗമാണിക്യം കിട്ടിയ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. അത് ഓർത്തോണം. വട, ദോശ, ഇറച്ചി, പൊറോട്ട, ബിരിയാണി. ഉച്ചയ്ക്ക് മത്തങ്ങേരിശ്ശേരി വെക്കാം അല്ലേ കലമോളെ? ഓ മതിയമ്മേ, എനിക്കിതൊന്നും അറിയത്തില്ല. അമ്മ എന്നെ ഇതെല്ലാം ഒന്ന് പഠിപ്പിക്കണം കേട്ടോ. ഓ, അവിയൽ ഉണ്ടാക്കാൻ കലമോൾക്ക് അറിയത്തില്ലേ? എല്ലാം ഒരു അവിയൽ പരുവത്തിലാക്കാൻ. രുചിയുള്ള കറി ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് എന്താ സീതയെടുത്തി കാര്യം? ഇടയ്ക്കൊന്ന് പുകഞ്ഞു പോയാ തീർന്നില്ലേ? ഗുഡ് മോർണിംഗ്. ഓ, കുട്ടിമണി ഇപ്പൊ കാണുമ്പോ ഗുഡ് മോർണിംഗ് ആണല്ലോ. അമ്മേ, പിന്നെണ്ടല്ലോ അമ്മേ, ഞാനുണ്ടല്ലോ കളിച്ചാൻ പോവാനേ. എവിടെ? അവിടെ മാടങ്കാവിന്റെ അപ്പുറത്തെ അപ്പുറത്ത്. വേണ്ട, അവിടെ എങ്ങും പോണ്ട. കുട്ടിമണിയുടെ വീടിന് പുറത്തുള്ള കളിയും കൂട്ടുകെട്ടും ഒക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞല്ലേ? അതെ, പുറത്തൊന്നും പോണ്ട. എനിക്ക് പോണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളാന്നേ. വേണ്ട കുട്ടിമണി, ഇനി ഇപ്പൊ പണ്ടത്തെ പോലെ ചുറ്റി തിരിയാനൊന്നും വിടാൻ പറ്റത്തില്ല. സിജൻ അറിഞ്ഞാല്. അതെ,
മനസ്സിന്റെ അനുവാദം കൂടി ഇനി വേണ്ടേ? ആ കുട്ടിമണി ഏതാ എന്താന്നൊക്കെ സിജൻ അറിയത്തില്ലേ അമ്മേ? കുട്ടിമണി വല്ലപ്പോഴും ഒക്കെ പുറത്തു പോയിന്ന് കളിക്കട്ടെ, ഇത്തിരി സൂര്യപ്രകാശം ഒക്കെ കിട്ടട്ടെ. മോളെ അത് പോയിക്കോട്ടെ അമ്മേ, ഇത്തിരി കഴിയുമ്പോ ഞാൻ പോയി ഇങ്ങ് വിളിച്ചോണ്ട് വന്നോളാം. പെട്ടെന്നിങ്ങ് വരണേ. ഞാനേ ടബേന്ന് പോയിട്ട് ഡിബേന്ന് വരാവേ. തന്നെത്താൻ എങ്ങും പോരുത്, ആര് വിളിച്ചാൽ അവരുടെ കൂടെ പോരും. ഇല്ലില്ല, ഞാൻ ടബേന്ന് പോയിട്ട് ഡിബേന്ന് വരാന്നേ. വരുമ്പളേ ഞാനൊരു സൂത്രം കൊണ്ടുവരാവേ. ഓ സമ്മതിച്ചു, ഓടിപ്പോയിട്ട് അറിയാമോ, ഞാനേ നാഗമാണിച്ചടിച്ചാനേ പോവാണേ. നാഗമാണിച്ചം കിട്ടിയാലുണ്ടല്ലോ പിന്നെ എനിക്ക് എപ്പോഴും ഓരോന്ന് തിന്നാൻ കിട്ടുവേ. പൊറോട്ട അടിച്ചും കിട്ടും, ബിരിയാണി കിട്ടും, ഐക്കും കിട്ടും, ഓ പിന്നെ എന്തെല്ലാം ഒക്കെയോ കിട്ടും. ഓ നാഗമാണിച്ചം, ഓ അവിടെ പോയി എടുത്തിട്ട് വേണം എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ കൂടാം. തന്നെത്താൻ വർത്താനം പറഞ്ഞോണ്ട് നീ ഇത് എങ്ങോട്ട് പോവച്ചേ? ഞാനോ? ഞാൻ പിന്നെ അവിടെ കാവില് പോവാ. സർപ്പക്കാവിലോ? നിനക്കെന്താ അവിടെ ഇടപാട്? അതോ ഞാൻ ചുമ്മാ പോവാ. ചുമ്മാതെ പോയിരുന്ന് കാറ്റുകൊള്ളാൻ പറ്റിയ സ്ഥലമാണല്ലോ സർപ്പക്കാവ്. നീ വീട്ടിൽ പറഞ്ഞിട്ടാണോ കൊച്ചെ ഇറങ്ങി പോകുന്നത്? പറഞ്ഞായിരുന്നു. നോക്കിയും കണ്ടുമൊക്കെ പോണേ കൊച്ചെ. ഞാൻ ഇന്നലെയും കൂടി കണ്ടതാ രണ്ട് മൂർഖനെ. മൂർഖനൊന്നും എനിക്ക് പേടിയില്ലല്ലോ. ബുദ്ധിയില്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു കുറവില്ല. പേടിപ്പിക്കാൻ വന്നേക്കുന്നു. നമസ്കാരം. എന്റെ പാമ്പ് ദൈവമേ, ദൈവം പാമ്പേ, എനിക്ക് നാഗമാണിച്ചൻ തരണേ. ഒരു ഒറ്റ തന്നാ മതി. എനിക്ക് എപ്പോഴും അങ്ങ് വിശപ്പാന്നേ. ഈ മനുഷ്യൻ തന്നാലേ പിന്നെ എനിക്ക് വിശക്കത്തേ ഇല്ല. ആരാ ശൂശു നോക്കുന്നേ? ഞാൻ പ്രാർത്ഥിച്ചെന്നാ കണ്ടില്ലടാ. പാമ്പ് ദൈവമേ, എനിക്ക് മാണിച്ചൻ തരണേ. അയ്യോ ചുമ്മാടെ ഒന്നും വേണ്ട, 50 പൈസ ഞാൻ തരും. 50 പൈസ കിട്ടിയാലേ ഒത്തിരി ജീരകമുട്ടായി വാങ്ങിച്ച് തിന്നാ. ഞാൻ എടുത്തു വന്നേ. കാണിച്ച ഞാൻ എടുക്കുവാനേ. ഇതിപ്പോ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചും? ഇടില്ലായിരിക്കും. ശാരദേ, കുട്ടിമണി എന്തേ? എടി എന്റെ കൊച്ചെന്തേന്ന്? അയ്യോ അച്ചൂട്ടാ, അച്ചൂട്ടാ
അച്ചൂട്ടാ അച്ചൂട്ടാ കുട്ടിമണി കളിക്കാൻ പോയിരിക്കുവാ. അച്ചൂട്ടാ ശാരദേ, അച്ചൂട്ട് ശാരദേ, നീ എന്തുവാ ഈ പറയുന്നത്? നാത്തൂനെ, അച്ചൂട്ടന്റെ ശബ്ദം ഞാൻ കേട്ടു. അച്ചൂട്ടൻ എന്റെ അടുത്ത് വന്നത് ഞാൻ അറിഞ്ഞു. സത്യമാണോ ശാരദേ? സത്യവാ നാത്തൂനെ. എന്നെ ശാരദയെന്ന് വിളിച്ചു. കുട്ടിമണി എവിടെയെന്ന് തിരക്കി. എന്റെ കൊച്ചെവിടെയെന്ന്. എന്റെ പരുത്തിക്കാവിലമ്മേ, കേട്ടിട്ട് കുളിര് കോരുന്നു. അല്ല ശാരദേ, അച്ഛൻ ചുമ്മാതങ്ങ് പെണ്ണിനെ തിരക്കുവോ? അതിനകത്ത് എന്തോ ഒന്നുണ്ടല്ലോ. അവൾ എവിടെ പോയതാ കുട്ടിമണി? അയ്യോ, കുട്ടിമണി, ശാരദാമ്മേ, കുട്ടിമണി, ശാരദാമ്മേ, ഒന്ന് ഓടി വന്നേ. എന്നതാ എന്നതാണ് നീ ഇങ്ങനെ കൂകി വിളിക്കുന്നത്? നിങ്ങളുടെ കുട്ടിമണി അവിടെ സർപ്പക്കാവിൽ ബോധം കെട്ട് കിടക്കാ. ശാരദേ, സർപ്പക്കാവിലോ? ആ, വിഷം തീണ്ടിയതാണോ തലചുറ്റിയതാണോ എന്നൊന്നും അറിയത്തില്ല. അയ്യോ, എന്റെ ദൈവമേ. എന്താമ്മേ, എന്തുപറ്റി? മോളെ, നമ്മുടെ കുട്ടിമണിക്ക് എന്തു പറ്റിയ? കുട്ടിമണി അവിടെ സർപ്പക്കാവില് ബോധം കെട്ട് കിടക്കുന്നു. അയ്യോ, നിങ്ങൾ ഇവിടെ ഇന്ന് അയ്യോ പൊത്തൊന്ന് പറയാതെ വേഗം അങ്ങോട്ട് ചെല്ല്. ചിലപ്പം പേടിക്കുന്ന പോലെ ഒന്നും കാണത്തില്ലെന്നേ. എന്റെ ഈശ്വരാ. അമ്മേ, അമ്മേ വാ. കുട്ടിമണി, എന്റെ പരുത്തിക്കാവിലമ്മേ. കുട്ടിമണി, എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുത് മോളെ. കുട്ടിമണി, മോളെ. അമ്മേ, മോളെ. അമ്മേ, അയ്യോ അയ്യോ, ചതിച്ചോ ദൈവമേ. മോളെ, കുട്ടിമണി, കുട്ടിമണി, മോളെ കണ്ണു തുറക്കും മോളെ. അയ്യോ മോളെ.